നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ, ഇരിക്കൂ. താങ്ക് യു സാർ. അർജന്റായിട്ട് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. എന്താ സാർ കാര്യം? പറയാം മാഡം. വെഡിങ് പ്ലാൻസ് ഏതുവരെയായി? ഞങ്ങളെ ടീം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് സാർ. ആദ്യം ഞാൻ സോറി പറയാ. എന്റെ വരാൻ പോകുന്ന മരുമകൻ വേറൊരു ഇവന്റ് ഓർഗനൈസറെ അറേഞ്ച് ചെയ്തത്രേ. സാർ എന്താ പറയുന്നത്? ഞങ്ങളുടെ മാനേജർ വസുന്ധര പറഞ്ഞ 5 ദിവസത്തെ കല്യാണാഘോഷം സാറിന്റെ ചേട്ടന് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് അന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ വേറൊരാൾക്ക് ഇവന്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാ സാർ? ഞങ്ങളുടെ ടീം അതിനുവേണ്ടി ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് സാർ. പെട്ടെന്ന് സാർ ഇങ്ങനെ തീരുമാനം മാറ്റിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അതിനാണ് ഞാൻ സോറി പറഞ്ഞത്. ബട്ട് ഈ ഇവന്റ് ഇപ്പോഴും നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. എനിക്ക് മനസ്സിലായില്ല. നിങ്ങളുടെ മാനേജർ വസുന്ധര പറഞ്ഞ കോൺസെപ്റ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലവണ്ണം ഇഷ്ടമായി. പക്ഷെ ഒരു കാര്യം, എന്റെ വരുംകാലം മരുമകനല്ലേ, അയാളുടെ അഭിപ്രായവും ഞാൻ കേട്ടല്ലേ പറ്റൂ. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം. എന്റെ മരുമകൻ അറേഞ്ച് ചെയ്ത ഇവന്റ് ഓർഗനൈസറേക്കാൾ നിങ്ങളുടെ മാനേജർ വസുന്ധരയുടെ പ്ലാൻ ബെറ്റർ ആയിരുന്നാൽ ഈ ഇവന്റ് നിങ്ങൾക്ക് തന്നെയാണ്. താങ്ക് യു സാർ, താങ്ക് യു. പക്ഷെ നിങ്ങളുടെ പ്ലാൻ എത്രയും വേഗം സബ്മിറ്റ് ചെയ്യണം. ഉറപ്പായും സാർ. ഓൾറെഡി ഞങ്ങളുടെ വസുന്ധര റെഡിയാക്കിയിട്ടുണ്ട്. ചന്ദ്രശേഖര, ഡ്രൈവർക്ക് ഫോൺ ചെയ്ത് വസുന്ധരയുടെ കാർ എവിടെ എത്തിയെന്ന് ചോദിക്ക്. വസുന്ധരയോട് നേരെ ഇവിടേക്ക് തന്നെ വരാൻ പറയും. ശരി ചേച്ചി. കൈവിട്ടു പോയി എന്ന് വിചാരിച്ച അവസരം വീണ്ടും കയ്യിലെത്തിയിരിക്കുന്നു. വസുന്ധരയെ എന്നേക്കുമായി ഓഫീസിൽ നിന്നും പറഞ്ഞയക്കാൻ പറ്റിയ സന്ദർഭമാണിത്. അവളെ പറഞ്ഞയച്ചിട്ട് എനിക്ക് വേണ്ടപ്പെട്ട ആളിനെ ആ സീറ്റിലിരുത്തി ഞാൻ അവള് വരുന്നത് തടയണം. പറയൂ ചന്ദ്രശേഖർ സാർ. എവിടെയുണ്ട് മാഡം? ഓഫീസിലേക്ക് വന്നോണ്ടിരിക്കുക. ആ വെഡിങ് പ്ലാനിന്റെ ചാർട്ട് കൊണ്ടുവരൂ. ആ കയ്യിൽ തന്നെ ഉണ്ട്. നേരെ ക്ലയന്റിന്റെ ഓഫീസിലേക്ക് വരൂ. ഞാനും ചേച്ചി ഇവിടെ തന്നെയുണ്ട്. ഒന്ന് വേഗം എത്തണേ. ആ ശരി സാർ. പറയൂ സാറേ. എന്താണോ ചെയ്യുന്നേ? ചായ ഓടിച്ചോണ്ടിരിക്കുക സാറേ. നിങ്ങൾക്കൊരു പണി വന്നിട്ടുണ്ട്. എന്റെ ചേച്ചിയുടെ കാർ നിങ്ങൾക്കറിയാലോ. അതിലൊരു പെണ്ണ് വരുന്നുണ്ട്. പേര് വസുന്ധര. അവളുടെ കയ്യിൽ കുറച്ച് ചാർട്ട് പേപ്പേഴ്സ് ഉണ്ടാവും. ആ ഡ്രൈവർക്ക് 2 കൊടുത്ത് അവളുടെ കയ്യിൽ നിന്നും ആ ചാർട്ട് പേപ്പേഴ്സ് വാങ്ങി കീറി ദൂരെ അറിഞ്ഞേക്ക്. മനസ്സിലായോ? വസുന്ധര എന്ന പേരുള്ള ഒരു പെണ്ണ് കാറിൽ വരും. ആ കാറ് ഞങ്ങൾ തടഞ്ഞിട്ട് ഡ്രൈവറിനെ അടിച്ചിട്ട് അവളുടെ കയ്യിലുള്ള ആ ചാർട്ട് ഞങ്ങൾ കീറിക്കളയണം. അത്രയല്ലേ ഉള്ളൂ. അത് തന്നെ. ആ വസുന്ധരയുടെ ഫോട്ടോ ഒന്ന് അയച്ചാ സാറേ. പണി കഴിഞ്ഞിട്ട് ഞങ്ങൾ സാറിനെ ഫോൺ ചെയ്യാം. പാടാ, നമുക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട്. മിസ്സിസ് വസുന്ധര, നീ ഫിനിഷ്. അല്പസമയത്തിനകത്ത് അവർ വസുവിനെ അപായപ്പെടുത്തും. ഇപ്പൊ എന്താ ചെയ്യാ? വസുവിനെ എങ്ങനെ രക്ഷിക്കും? അബിക്കൊന്ന് ഫോൺ ചെയ്താലോ? ദൈവമേ, അബിയുടെ ഫോണ് കിട്ടുന്നുമില്ലല്ലോ. ഇവനിത് എവിടെ പോയി കിടക്ക? വസുവിനെ ആ ഗുണ്ടകൾ ആക്രമിക്കുന്നതിന് മുമ്പ് കാര്യം അബി അറിയിക്കണം. പറഞ്ഞു കേട്ടോ. വസു വലിയ ആപത്തിലാണ് അബി. എന്തായിട്ടേ പറയുന്നത്?
ഏയ്, ആരാടാ നിങ്ങള്? എന്താ വേണ്ടത്? വിടാൻ, എന്നെ വിടാൻ, എന്നെ വിടാനാ പറഞ്ഞത്. വേണ്ട, എന്നെ വിട്. എക്സ്ക്യൂസ് മീ സർ. സർ ഒന്ന് നിർത്തോ. സർ ഒരു മിനിറ്റ്. എനിക്ക് ഈ ട്രാക്ടർ തരാമോ സർ? ആരാടാ നിങ്ങള്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? വിടറാ എന്നെ. വിടാനാ പറഞ്ഞത്. വിട എന്നെ. വേണ്ട. വേണ്ട. ആരാ നിങ്ങളൊക്കെ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഈ പേപ്പേഴ്സാ വേണ്ടത്. ഈ പേപ്പേഴ്സ് നിങ്ങൾക്ക് എന്തിനാ? നീ തരുന്നുണ്ടോ ഇല്ലയോ? താടി നിക്കാനാ പറഞ്ഞത്. അവിടെ നിൽക്ക്. അവിടെ നിൽക്കാനാ പറഞ്ഞേ.
കേറ് വസുന്ധര. നിങ്ങളുടെ മാനേജർ ഇതുവരെ വന്നില്ലല്ലോ. എവിടെയാ അവര്? ഇപ്പൊ വരും സാർ, ഇപ്പൊ എത്തും. അവൾ എവിടെ വരാനാ? ഈ സമയം എൻ്റെ ആൾക്കാർ അവളുടെ കയ്യിലുള്ള പേപ്പേഴ്സ് എല്ലാം കീറി വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് 5 മിനിറ്റ് കൂടി സമയം തരാം. അതിനുള്ളിൽ അവർ എത്തിയില്ലെങ്കിൽ എന്റെ മരുമകൻ പറഞ്ഞ കമ്പനിക്ക് തന്നെ ഞാൻ ഇവന്റ് കൊടുക്കും. ബസ് ഉറപ്പായും വരും സാർ. ചന്ദ്ര, വസുവിന് ഫോൺ ചെയ്യും. ഞാനിപ്പോൾ ഫോൺ ചെയ്യേണ്ടത് വസുന്ധരയ്ക്കല്ല, ആംബുലൻസിനാ. അവിടെ വസുന്ധരയുടെ അവസ്ഥ എന്താണോ ആവോ. ചന്ദ്ര, നീ എന്താലോചിച്ചോണ്ടിരിക്കുക? വസുവിന് ഫോൺ ചെയ്യാൻ. വേസ്റ്റ് ആണ് ചേച്ചി. എന്താ പറഞ്ഞേ? അവൾ ഇത്രയും നേരമായിട്ട് വന്നില്ലെങ്കിൽ ഇനി വരില്ല. അവൾക്ക് ടൈം പഞ്ച്വാലിറ്റിയും ഇല്ല, ഡിസിപ്ലിനും ഇല്ല. നമ്മൾ ഇവന്റ് വിട്ടുകൊടുക്കേണ്ടത് തന്നെ. ആ ഇവന്റ് നമുക്ക് തന്നെ കിട്ടും. എങ്ങനെ നിങ്ങൾ ഇവിടെ എത്തി? എന്താ വരില്ലെന്ന് വിചാരിച്ചോ? സോറി, കൃത്യസമയത്ത് എത്തിയെന്ന് പറയുകയായിരുന്നു. എന്താ മോളെ വരാൻ ഇത്രയും വൈകിയത്? കാറിലല്ലേ വന്നത്? ഞാൻ കാറിൽ തന്നെയാ വന്നത് മാഡം. പക്ഷെ കുറച്ച് ഗുണ്ടകൾ വഴിയിൽ വെച്ച് ആക്രമിക്കാൻ വന്നു. എന്താ പറഞ്ഞത്? റൗഡികൾ നിന്നെ അറ്റാക്ക് ചെയ്തെന്നോ? നിനക്കൊന്നും പറ്റിയില്ലല്ലോ? എനിക്കൊന്നും സംഭവിച്ചില്ല മാഡം. ശരിയായ സമയത്ത് ഇദ്ദേഹം വന്ന്
എന്നെ രക്ഷിച്ച് ഭദ്രമായിട്ട് ഇവിടെ എത്തിച്ചു. ചേടാ ഇവനാരടാ? മുമ്പെന്റെ ചേച്ചി രക്ഷപ്പെടുത്തി, ഇപ്പൊ ഇവളെയും. ഒരുപാട് നന്ദിയുണ്ട് മോനെ. വസുവിനെ കൃത്യസമയത്ത് നീ എത്തിച്ചല്ലോ. അല്ല, നിങ്ങളെ കൊല ചെയ്യാൻ ശ്രമിച്ചതാരാ? ആ ചേച്ചി, എനിക്ക് തോന്നുന്നത് ചേച്ചിയെ കൊല ചെയ്യാൻ ശ്രമിച്ചവർ തന്നെ ഇതിന്റെ പിന്നിലെന്നാ. നമുക്ക് ഈവന്റ് കിട്ടാതിരിക്കാൻ വേണ്ടി വസുവിനെ തടഞ്ഞത് അവരായിരിക്കും. അങ്ങനെയും സംഭവിക്കാം മാഡം. മാഡം, ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. സാറ് കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യല്ലേ? ഡെമോ സ്റ്റാർട്ട് ചെയ്യട്ടെ മാഡം? ആ, സ്റ്റാർട്ട് ചെയ്യൂ പ്ലീസ്. സർ, നിങ്ങളുടെ 5 ദിവസത്തെ കല്യാണം ഒരു കല്യാണം പോലെ അല്ലാതെ ഒരു ഫെസ്റ്റിവൽ നടത്തുന്നത് പോലെ പ്ലാൻ ചെയ്തിരിക്കുക. ഒരു തവണ ഒന്ന് കേട്ടു നോക്കൂ. എന്താ ഇവന്മാര് ഫോൺ എടുക്കാത്ത? ഈ അഭിശരിക്കും കൈകാര്യം ചെയ്തെന്നാ തോന്നുന്നേ. ഇഡിയറ്റ്. ഒരുത്തനെ അടിച്ചിട്ട് ആ പെണ്ണിനെ തടയാൻ കഴിഞ്ഞില്ല അവർക്ക്. എന്റെ പ്ലാൻ മൊത്തം വേസ്റ്റായി പോയല്ലോ. ഛേ, ദാറ്റ്സ് ഇറ്റ് സർ. വെരി എക്സലന്റ്. മാരേജ് മനോഹരമായി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. സീതാരാമ കല്യാണം കണ്ട ഫീല. താങ്ക് യു സർ. നിങ്ങളുടെ പയ്യൻ പറഞ്ഞ പ്ലാനും ഞങ്ങളുടെ പ്ലാനും കേട്ടതിന് ശേഷം ഒരു ഡിസിഷൻ പറയണം സർ. ഇനി ആവശ്യമില്ല മാഡം. ഇതിനേക്കാൾ ഗംഭീരമായി ആർക്കും ചെയ്യാൻ കഴിയില്ല. ഈ ഇവന്റ് നിങ്ങൾക്ക് തന്നെ തന്നിരിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. വാ മോളെ, പോയിട്ട് വരാം സർ. പോയിട്ട് വരും മാഡം. ശരി സർ. താങ്ക് യു വസു, ഈ ഇവന്റ് ഓക്കെ ആക്കി തന്നതിന്. താങ്ക് യു മോനെ. താങ്ക് യു മാഡം. വസുവിനെ കൃത്യസമയത്ത് എത്തിച്ചല്ലോ. നിങ്ങൾ രണ്ടുപേര് കാരണമാ ഇത്രയും വലിയ ഇവന്റ് നമുക്ക് കിട്ടിയത്. ചന്ദ്രശേഖര, പറയൂ ചേച്ചി. പെട്ടെന്ന് തന്നെ നമ്മുടെ ഓഫീസിലേക്ക് പോയി സ്റ്റാഫുകളോട് ഈ ഗുഡ് ന്യൂസ് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യണം. തീർച്ചയായും ചേച്ചി. ഓക്കെ, വരൂ. ഗുഡ് മോർണിംഗ്. എല്ലാവരും ഇരിക്കും. എല്ലാവർക്കും ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. മിസ്സായി പോയെന്ന് വിചാരിച്ച ഇവന്റ് നമുക്ക് തന്നെ തിരിച്ചു കിട്ടിയിരിക്കാം. ഈ അച്ചീവ്മെന്റ് നമ്മുടെ വസുന്ധര കാരണമാണ് സാധിച്ചത്. അവൾ ഒറ്റയ്ക്ക് നിന്ന് ഈ കാര്യം സാധിച്ചെടുത്തു. നമ്മളെല്ലാവരും ചേർന്ന് അവളെ അഭിനന്ദിക്കണം. കൺഗ്രാറ്റ്സ് വസു. കൺഗ്രാറ്റ്സ് മാഡം. താങ്ക് യു മാഡം. കൺഗ്രാറ്റ്സ്. കൺഗ്രാറ്റ്സ് മാഡം. കൺഗ്രാറ്റ്സ് മാഡം. താങ്ക് യു. കൺഗ്രാറ്റ്സ് മാഡം. കൺഗ്രാറ്റ്സ് എന്ന് പറയാതെ കൺഗ്രാറ്റ്സ് മാഡം എന്ന് പറയണം.
കൺഗ്രാറ്റ്സ് മാഡം, കൺഗ്രാറ്റ്സ്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. വളരെ നന്ദി ഏട്ടാ. കറക്റ്റ് സമയത്ത് ഏട്ടൻ എന്നെ വിളിച്ചില്ലായിരുന്നെങ്കിൽ വസുന്ധരയ്ക്ക് ഈ അംഗീകാരങ്ങളൊന്നും കിട്ടില്ലായിരുന്നു. ഈ ഈവന്റ് നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു. നമ്മൾ തമ്മിൽ എന്തിനാ ഈ താങ്ക്സ് ഒക്കെ? ഈ ഈവന്റിനെ പറ്റി എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ വസുവിനൊന്നും സംഭവിക്കാതിരിക്കാനാ നിനക്ക് ഫോൺ ചെയ്തേ. എൻ്റെ ഏട്ടൻ കാരണമാണ് ഈ ഓഫീസിലുള്ളവരും നമ്മുടെ വീട്ടിലുള്ളവരും എല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നത്.